ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഞ്ചേരി ഇപ്പോഴത്തെ മലപ്പുറം തെരഞ്ഞെടുപ്പിന്റെ വിജയം അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം 2021 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മോദി അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മതേതര ശക്തികളുടെ കൂട്ടായ്മ ഉണ്ടാക്കുക. ആ കൂട്ടായ്മ പലപ്പോഴും ലീഗിന് വഹിക്കാവുന്ന പങ്ക് ഇപ്പൊ നമുക്കറിയാവുന്ന ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളും പലതരത്തിലെ മുസ്ലിം പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ദേശീയ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. ഇതേപോലെ മതേതര കൂട്ടായ്മകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്താൻ പറ്റിയിട്ടില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. ലീഗ് പല ഘട്ടങ്ങളിലും സേഠ് സാഹിബും ബനാത്ത് വാലയും ഉണ്ടായിരുന്ന കാലത്ത്, അതിനു മുമ്പേ കായികമല്ലത്ത് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ദേശീയ തലത്തിലെ വളരെ ഒരുപക്ഷെ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ അംഗങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കാം, നാമമാത്രമായിരിക്കാം. പക്ഷേ അപ്പോഴും ദേശീയ തലത്തിലുള്ള ഒരു വലിയ മുസ്ലിം കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ പലപ്പോഴും ലീഗിന് പറ്റിയിരുന്നു. ആ ഒരു തരത്തിൽ നിന്ന് ഒരു ശക്തി വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് ഉള്ള ശ്രമത്തിലേക്കാണ്. അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ലീഗ് അതിനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ യൂത്ത് ലീഗിന്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ ശക്തി വർദ്ധിപ്പിച്ചു, ലീഗിന്റെ വർദ്ധിപ്പിച്ചു, മറ്റ് സാമുദായിക സംഘടനകളുമായിട്ട് സമസ്ത പോലുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭീഷണി നേരിടാൻ മതേതര കൂട്ടായ്മ ഉണ്ടാക്കി തീർക്കുന്നതിൽ അതൊരു വലിയ പങ്ക് വഹിക്കാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരാളായിരിക്കണം. അതിലിപ്പോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ലെങ്കിൽ പോലും പറഞ്ഞു കേൾക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിൽ അദ്ദേഹത്തിന് പറ്റും. നമുക്കറിയാം ഈ മലപ്പുറം മണ്ഡലത്തിന്റെ സ്ഥിതി നോക്കിയാൽ അറിയാം. മലപ്പുറം മണ്ഡലം അത് മുമ്പുണ്ടായിരുന്ന മഞ്ചേരി മണ്ഡലം, ആ മഞ്ചേരിയുടെ ഖാലിദ് ഇസ്മായിൽ സാഹിബും അത് കഴിഞ്ഞിട്ട് സേഠ് സാഹിബും അത് കഴിഞ്ഞിട്ട് അഹമ്മദും ഒക്കെ ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ചലനം സൃഷ്ടിക്കാൻ പറ്റിയ വളരെ ശക്തന്മാരായിട്ട് ആളുകൾ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അവിടെ അപ്പം ദേശീയ തലത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് അതിശക്തനായിട്ട് ഒരാളെ തന്നെ അവിടേക്ക് അയക്കണമെന്നുള്ള ധാരണ കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അല്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കണമെന്നുള്ള രാഷ്ട്രീയ ബോധമുള്ള പാർട്ടിയാണ് ലീഗ്. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ലീഗിന് കേരളം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമില്ല. ലീഗിന്റേതായിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം അവർക്ക് സുരക്ഷിതമാണ്. ദേശീയ തലത്തിൽ തുടർച്ചയായിട്ട് ഈ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യേറ്റ അവരുടെ അപ്രമാദിത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് മോദി സർക്കാരിന്റെ ഭരണം അടുത്ത തവണയും 2021 ഇതേപോലെ ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ലീഗ് ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനമാനങ്ങളെക്കാളൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവർ കാണുന്നത് ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതാണ് അവർ കാര്യമായിട്ട്. ഇത് വളരെ ഇത്രയും കാലത്തിനിടയിൽ നമുക്കറിയാം, ലീഗ് ഉണ്ടായിട്ട് ഇത്രയും കാലമായിട്ടും 70 വർഷക്കാലത്തിനിടയിൽ പോലും ദേശീയ തലത്തിൽ വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയിരുന്നില്ല അവരുടെ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പോലും വേണമെങ്കിൽ സംസ്ഥാന പാർട്ടിയാണ്, ദേശീയ കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഇത്തവണ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഇതിനെ സംഘടിപ്പിക്കാൻ, ആ യൂത്ത് ലീഗിന്റെ കാര്യത്തിലാണെങ്കിലും ലീഗിന്റെ കാര്യത്തിലാണെങ്കിലും സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനം, സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ പോകുന്നതിന് കാരണം ഇവിടെ കേരളത്തിൽ മറ്റ് മുസ്ലിം രാഷ്ട്രീയ കക്ഷികൾ തന്നെ പലതും രംഗത്ത് വന്നെങ്കിൽ പോലും ലീഗിന്റെ ഒരു നിയന്ത്രണത്തിനിടയിൽ ഇവർക്കൊന്നും വളരാൻ പറ്റിയിരുന്നില്ല. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ഇത് നിയന്ത്രണം ഇല്ലാണ്ട് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥലത്തും വളർന്നില്ല. അപ്പൊ എന്നിട്ട് പോലും ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ വോട്ട് ബാങ്കുകളായിട്ട് മാറുക, പക്ഷെ അത് റിസൾട്ട് ഉണ്ടാവാത്ത രൂപത്തിലേക്ക് പോവുക എന്നുള്ള അവസ്ഥയുണ്ട്. ഇതിന് പകരമായിട്ട് ദേശീയ തലത്തിലും മതേതര കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത് നമ്മൾ കാണണം. അപ്പൊ അതിനങ്ങനെ കണ്ടുകൊണ്ട് തന്നെ വേണം കാണാം. പിന്നെ രണ്ടാമത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും തലമുറയിൽ ഉണ്ടാവുന്ന മാറ്റമുണ്ട്.
പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാള് രംഗത്തേക്ക് വന്നിട്ടുള്ളതിന് മുമ്പേ അതിനു മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ ഇപ്പൊ ഈ CH പോലെയും മറ്റുള്ള ആളുകൾ ഇവിടെ അരങ്ങിലുണ്ടായിരുന്നതാണ്. അവര് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തലമുറ വരും. ആ തലമുറയിൽ വരുന്നത് ഇപ്പൊ നമുക്കറിയാം യൂത്ത് ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മുനവറിയിൽ തങ്ങളെ പോലുള്ളൊരു ആളാണ്. പാണക്കാടത്തുള്ള ഒരാൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വന്നു പറയുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു പുതിയ തലമുറയുടെ രംഗപ്രവേശമാണ്. അങ്ങനെ ഉണ്ടായേക്കാം. അപ്പൊ അത്തരത്തിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാവും. അത് കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാവുന്നത് ഒരു തലമുറ മാറ്റമാണെന്ന് തോന്നുന്നില്ല.